ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റോബസ്റ്റ് പഴം കാണിക്കാൻ വേണ്ടിയാണ്. റോബസ്റ്റ് പഴം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ ഒമാനിൽ ചെന്നോല് സലാല കാണിച്ചിട്ട് എന്താ പറയല്, മറ്റേ കേരളം മാതിരിയാണ്. നമ്മളിവിടെ പറയുന്നത് എന്താണെന്നോ, ഇവിടെ ഈ സ്ഥലം കേരളം കാണിച്ചാണ്ട് സലാല മാതിരിയാണ്. കാരണം ഇവിടെ റോബസ്റ്റ് അങ്ങനെയാണ്, റോബസ്റ്റ് കൂടുതലുണ്ടാകുന്ന സ്ഥലമാണ് ഒമാനിൽ സലാലിൽ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ റോബസ്റ്റ് പഴം എന്ന് പറയുന്നത് നമ്മളെ സലാലിലെ ഒമാനിലെ സലാലിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇതിലെങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഈ തോട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ വന്നിട്ടതാ വെള്ളം, ഇതിന് നനയ്ക്കാനുള്ള വെള്ളം, ഇതിങ്ങനെ ഒരു തോട്ടമാണ്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഓണർ ആരാ നിങ്ങൾക്ക് കണ്ടേ? ഇതിൻ്റെ ഓണറാണ് നമ്മളെ കുഞ്ഞു സാഹിബാണിത്. അപ്പോൾ ഇയാളാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കി. ഇവിടെ അപ്പുറത്ത് പച്ചക്കറി ഇതൊക്കെ ഇയാൾ തന്നെയാണ്. പക്ഷേ പച്ചക്കറി ഉണ്ടാക്കുന്നത് രാമേന്ദ്രനാണെന്നോളും. ഈ വാഴത്തോട്ടത്തിൻ്റെ ആൾ കുഞ്ഞാണ്. കുഞ്ഞുവിൻ്റെ ഐഡിയയിൽ നിന്നാണ് ഈ കൃഷിയൊക്കെ ഉണ്ടായത്. അപ്പോൾ അവിടെ ഇതാക്കി ഇനി ആണ് റോബസ്റ്റ് പഴം. റോബസ്റ്റ് പഴത്തിനെ പറ്റി നിങ്ങൾക്കറിയാം, നല്ലോണം വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളെ നീന്ത്രപ്പഴമൊക്കെ നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഏത് നാട്ടിൽ ചെന്നാലും റോബസ്റ്റാണ് പായമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുള്ളൂ. നീന്തൽപ്പായം നമ്മളവിടെ മാത്രമേ ഉള്ളൂ. വൈകാതെ നമ്മളെ നാട്ടിലും ഈ റോബസ്റ്റ് കൈയടക്കും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോൾ കടയിൽ കാണാൻ തുടങ്ങി. ആദ്യം അതൊന്നും കാണൂലായിരുന്നു. കണ്ടോ, ഇതൊക്കെ റോബസ്റ്റാണ്. ഇത് ഈ തോട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന മാതിരിയല്ലതാ ഇങ്ങനെ കൊലകൾ ഇങ്ങനെ എന്താണ് തമിഴ്നാട് വഴി തന്നെ, ഇവിടെ ഈ പറഞ്ഞ മാതിരി തമിഴ്നാട് വഴി തന്നെ പച്ചക്കറി മുൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ പച്ചക്കറി. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൽ ഇങ്ങേ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞാണ് ഈ കൃഷിൻ്റെയൊക്കെ ഉടമസ്ഥൻ. അപ്പോൾ നമ്മളെ കുഞ്ഞു എന്താണ് തോട്ടം കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു ഏകദേശം 4:30 മണി ആയിക്കണം. കണ്ടോ, ഇത് കണ്ടോ വെള്ളം, ഈ കനാൽ കണ്ടത് നമ്മളെ തമിഴ്നാട് കൃഷിയിൽ എങ്ങനെ ഒരു കനാലൊക്കെ കാണുള്ളൂ ഈ സമയത്ത് കേട്ടോ. മഴക്കാലത്തുണ്ടാവും. ഇപ്പോഴത്തെ സമയം ഇപ്പോൾ ഏതാ മാസം അറിയില്ലേ, ഡിസംബർ മാസമാണ്, തണുപ്പ് ടൈം. ഇതാണ് കണ്ടോ പഴം, കൊലൻ്റെ വലിപ്പം കണ്ടോ, ഇതൊക്കെ റോബസ്റ്റാണ്. ഇതാണ് എങ്ങനെ ഇതേതാ സാധനം? ഇത് റോബസ്റ്റാ കണ്ടോ. അതൊക്കെ ഇനി വലുതാകാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടോളും. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇതൊക്കെ ഉണ്ടായി വരുമ്പോൾ. ഈ കുഞ്ഞു ഒരു കൃഷിൻ്റെ ആളാണ്. ആരാണ്? ആസാംബായി എവിടെ പോയി? ആയി കുഞ്ഞു ചാടി കണ്ടോ. ഇതൊക്കെ ഈ ജാതി വലിപ്പല്ലാണ്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ റോബസ്റ്റാണ്. റോബസ്റ്റ് പഴം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ഇതിൽ കൂടെ. ഇങ്ങനെ പോന്ന് ഇതാ ഇതേമാതിരി. അപ്പം ഞങ്ങൾ അടുത്ത ചാലിക്ക് ചാടുകയാണ്. റെഡി 1 2 ചാടി. ഇതിൻ്റെ ഒപ്പം ഞാനും ചാടുണ്ടോ, ക്യാമറ അടക്കം. യെസ് ചാടി. കണ്ടോ എന്താണ് സാധനം. ഇതിൻ്റെ ഇപ്പം പറഞ്ഞ അരി, ഇതിൻ്റെ കുഞ്ഞു പറഞ്ഞ അരി. ഇതിൻ്റെ ഇപ്പോൾ വേറെ സ്ഥലത്ത് പണിയില്ലല്ലോ കുഞ്ഞോ. ഇതാ കണ്ടോ, ഇതാണ് കൃഷി. ഇനി നമ്മളിവിടെ കേരളമൊക്കെ ഇനി മറ്റേ ഒമാനും മറ്റേ നാടും അരിയൊക്കെ ആവും. റോബസ്റ്റ് കൈയടക്കും കണ്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, വീഡിയോ കണ്ടാൽ ലൈക്ക്, മറ്റേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് വന്ന ഒരാളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ചുമ കണ്ടോ ഇങ്ങനെ കാണാൻ. ഏത് വളം വയറ്റില്ലേ? എന്തൊക്കെയാണ് ഇപ്പോൾ? അല്ല ഇതിനിപ്പോൾ എന്താ വളം ഇട്ട് കൊടുക്കൽ കാര്യമായിട്ട്? അതെ, വളം ഇട്ട് കൊടുക്കുന്നത് കോഴിവളം. പിന്നെ രാസവളം നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അതെ, ചെറുതന്നെ. അതെ, അല്ലാതെ നമ്മൾ കാര്യമായിട്ട് ഇത് ഉപയോഗിക്കില്ല. കൂടുതലും നമ്മൾ ജൈവവളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ
ഈ ചീമക്കൊന്ന ഇതിലെ തൊലി ഇതൊക്കെ വെട്ടിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ അവിടെ തന്നെ വളർത്തിയാണ്ട് ഇവിടെ തന്നെ വെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ കൂടെയൊക്കെ സാധനം കേട്ടോ. ഇതൊക്കെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് കനാലുകൾ ചാടി കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. ഇത് ഫുള്ള് റോബസ്റ്റാണ് കേട്ടോ. റോബസ്റ്റുകൾ അതിനടുത്ത് ഇവിടെയൊക്കെ റോബസ്റ്റ് പഴമാണ്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ, എന്താണ് ഇതിൻ്റെ ജലസേചനം കനാല് മാതിരി എല്ലാ ഭാഗത്തു കൂടി എല്ലാ ഭാഗവും കനാലുകളാണ്. അതെ, കനാലിങ്ങനെ ചാടണം. ഇതുണ്ടോ, ഇതാണ് ജലസേചനം എന്ന് പറഞ്ഞത്. ഇത് നനക്കാനും കൃഷി നനക്കാനൊക്കെ അല്ലേ ഇവിടെ എവിടെയും ചാടും. അയ്യോ, അപ്പോൾ കണ്ടോ ഈ സ്ഥലം ഇങ്ങനെ കാണാൻ എന്താ ഭംഗി. ഇതാണ് ഞങ്ങളെ കൃഷിസ്ഥലം, കുഞ്ഞുവിൻ്റെ കൃഷിസ്ഥലം. ഉണ്ടോ, കുഞ്ഞൊരു കൃഷി സ്നേഹി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കാട് മുടിച്ച് കിടക്കേണ്ട സമയമാണ്. കുഞ്ഞു ഡെയിലി വന്നുകാണ്ട് സ്ഥലം കുറച്ച് അപ്പുറത്താണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കുഞ്ഞുവിൻ്റെ സ്ഥലം തന്നെയാണ്, മുമ്പ് താമസിച്ച വീടുമാണ്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. എന്നാലും രാവിലെ വരും, എന്നിട്ട് വൈകുന്നേരം ഇവിടുന്ന് പോകുള്ളൂ. ഉണ്ടോ, ഇങ്ങനെ കനാലായിട്ട് ഇവിടെ റോബസ്റ്റ് പഴങ്ങളാണ്, പിന്നെ കവുങ്ങുകളും. ഉണ്ടോ, തമിഴ്നാട് പോലെ തന്നെ. തമിഴ്നാട്ടിൽ അങ്ങനെ കനാല് കാണാൻ ഈ മഴക്കാലമില്ലാത്ത സമയത്ത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചാടി കടന്നുകാണ്ട് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്നുള്ളതാണിത്. കണ്ടോ, റോബസ്റ്റ് പഴം എന്ന് പറഞ്ഞാൽ ഇതാണ് റോബസ്റ്റ് പഴം. ില്ല ഇതിങ്ങനെ വന്ന് ഇതിലൊക്കെ ഇങ്ങനെ വന്ന് ഇതൊക്കെ റോബസ്റ്റാണ്. ഇവിടെ അതാ ചെറിയ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ മറ്റേ ഇതുകൊണ്ട് കുമ്പളം. രാമൻ്റെ കുമ്പളം ഇതിൽ കൂടി ഉണ്ട് കേട്ടോ. അവിടെ മാത്രമല്ല, ഗിറ്റ് കേപ്പ് കൂടെയൊക്കെ രാമൻ്റെ കുമ്പളം ഉണ്ട്. അയ്യോ റോബസ്റ്റുകൾ ഇത് അതിൽ കൂടെയൊക്കെ ചാലുകളാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതിൽ കൂടെയൊക്കെ ഉണ്ട്, ഇത് കുറേ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഇടുന്നത് നിങ്ങൾക്ക് അറിയോ? ഇതിലെങ്ങനെ പോന്നിട്ട് ഇങ്ങനെ പോന്ന് ഇതിൻ്റെ അങ്ങേ തലേന്നാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഓരോ ചാല്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാലാണ്. അപ്പോൾ ആ ചാല് ചാടിയിട്ടാണ് നമ്മൾ പോരുന്നത്. അതുകൊണ്ടാണ് ഇത് ഫുള്ള് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഓരോ ചാലും ചാടണം, അതായത് ഓരോ കണ്ടായിട്ടാണ്. ഇനി ഇതാ ഇവിടെ ഒരു ചാടി കൊയങ്ങിയാണല്ലേ അടുത്ത കേട്ടോ. ഇതാണ് ഇനി കൂടെയൊക്കെ തന്നെ, ഇതൊക്കെ റോബസ്റ്റ് പഴമാണ്. ഇനി ഇവിടെ വലിയൊരു കൊല ഉണ്ട് എന്നാണ് കുഞ്ഞു പറയുന്നത്. അപ്പോൾ ആ വലിയ കൊല കാണാനാണ് പോണത്. അതാ കണ്ടോ, ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വലിപ്പമാണ് ഈ കാണിച്ചു തരുന്നത്. ഇത് വലുതായി എത്ര ഉണ്ടാവും? ഈ കൊല ഇങ്ങോട്ട് വെള്ളത്തേക്ക് ചാടുമെന്ന സംശയം. അപ്പോൾ ഇനി കണ്ടോ റോബസ്റ്റുകൾ കണ്ടില്ലേ, ഫുൾ റോബസ്റ്റ് നമ്മളെ നാട്ടിലധികം ഉണ്ടാക്കാഞ്ഞൊരു സംഭവം. ഇനി ഒന്നാമത് ഇവിടെ അന്ന് വില കിട്ടിയിട്ടില്ല. ഇനി പതിയെ എന്താവും, ഇവിടെ ഈ മാർക്കറ്റ് പിടിച്ചടക്കും. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നാട്ടിൽ നീന്തലപ്പയ്യന്. അപ്പോൾ ഇതാണ് നമ്മളെ കൃഷി സ്ഥലങ്ങൾ കേട്ടോ. കൃഷി ഇങ്ങനെ പോന്നിട്ട് ഇതിലിങ്ങനെ വരും. അപ്പോൾ നമ്മളെ ആസാമി വരുന്നുണ്ട്, ഇത് പണി ഇവിടെ ജോലി ചെയ്യുന്ന ആസാമി. അപ്പോൾ ഓനിപ്പോൾ വരും. അപ്പോൾ അതാണ് നമ്മളെന്താണ് അവൻ്റെ പേര്? ലോഹിനാണ് ഈ കൃഷിൻ്റെ ഒക്കെ ആസാൻ. അതെ, നിർദ്ദേശം കൊടുക്കും. കാര്യമില്ല, ഒരു ഐഡിയ വേണം. ഐഡിയക്ക് അനുസരിച്ച് കൃഷി ചെയ്താലേ
കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക്. വെറുതെ കൃഷി സ്ഥലം ഇട്ടുകാണ്ട് നാശാക്കി കളയരുത്. അപ്പനാണത്. ഇതാണ് ആള്, ഇതാണ് മുതല്. ഓന്റെ ഐഡിയക്ക് അനുസരിച്ചാണ് ഓനോട് ചോദിക്കും ഇതിങ്ങനെ എടുത്തുകൂടെ, ഞാൻ ഓന് ഫുള്ള് വിട്ടു കൊടുക്കല. അപ്പൊ അനുസരിച്ചാണ് ആള് ആസാമികാരനാണ് അല്ലേ? ആസാം ലോഹിൻ. അപ്പൊ ഇതാണ് ആസാമി നാരങ്ങ. ഈ നാരങ്ങ നമ്മളെ നാടൻ നാരങ്ങൻ്റെ മാതിരിയല്ല, ചെറുപ്രായത്തിൽ തന്നെ കായ്ക്കും. പിന്നെ അതുമാത്രമല്ല, ഇതിൽ നിന്ന് ഒന്ന് കിട്ടിയാൽ മതി, ഒരു കുടുംബം മുഴുവൻ നമുക്ക് വെള്ളം കലക്കാനുള്ള സാധനം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒപ്പം വേറെ ഞങ്ങളെ വീഡിയോ തന്നെ ചെയ്തേക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അതും നിങ്ങൾ ഇതേമാതിരി അഭിപ്രായം പറയുക. പിന്നെ എന്താണ്, ഇനി ഇവൻ്റെ പച്ചക്കറി ഉണ്ടാക്കിയിരിക്കണം ഇവിടെ. ഇവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നതാണ് ഇവിടെ പച്ചക്കറി. ഇതിപ്പോൾ കാണുന്നത് ഇവൻ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ്, ചെറിയൊരു സ്ഥലം മറച്ചു കെട്ടിയാണ്ട്. ഇതാണ് അവൻ താമസിക്കുന്ന സ്ഥലം. ഇതാണ് പച്ചക്കറി തോട്ടം. ഇവൻ്റെ പച്ചക്കറി തോട്ടം ഇതാണ്, ചെറിയൊരു തോട്ടം. ഇത് കാര്യമായിട്ട് കുക്കമ്പറാണ് ഇതിലുള്ളത്. പിന്നുള്ളത് അവിടെ കുറച്ച് കൈപ്പങ്ങിയുണ്ട്. അപ്പോൾ ഇത് ഇവൻ്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കുന്നത്. ഒന്നും ഇനി കായ് കൊടുത്ത് വാങ്ങൂല എന്നുള്ള എഴുതിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വേക്ക് ഭാഗമാണ് നമ്മൾ രാമൻ ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടം. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ, അതിൻ്റെ വേക്ക് ഭാഗം. അത് കണ്ടുകൊണ്ടാണ് ഇവന് അവൻ്റെ സാധനം ഇവിടെ ഉണ്ടാക്കിയത്. കുറച്ച് പച്ചക്കറി അവൻ തന്നെ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കിയത്. വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നതാണ് ഇതാക്കണം. ഇപ്പോൾ വന്നിക്കണം ഇവിടെ, ജോലി കഴിഞ്ഞ് വന്നതാണ് ഇപ്പോൾ ഇവിടെ.